ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള അവരുടെ പെട്ടെന്ന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ അവർ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഒരു വേള അത് നമ്മുടെ സിസ്റ്റംസ് തകരാറിലാക്കിയേക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ അത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ബി അവെയർ ഓഫ് ദാറ്റ് ആസ് വെൽ. അതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ പരമാവധി ഓർഗാനിക് ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത്. ജൈവമായിട്ട് അല്ലെങ്കിൽ ഇതൊന്നും ചേരാത്ത ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത്. നാച്ചുറൽ ഫുഡ്സ് ആണ് നിങ്ങൾ ഫുഡ് ടേബിളിലേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം രാസവള പ്രയോഗങ്ങളാണ്. നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ഈ പറഞ്ഞ കൃഷി നേരത്തെ പറഞ്ഞു തന്നെയാണ്, എങ്കിലും അതിന്റെ പല തരത്തിൽ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള രാസവളങ്ങൾ ഒരു വേള നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷ്യ സമ്പത്ത് ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഹരിത വിപ്ലവം എന്ന് കൊട്ടിഘോഷിച്ച ഒരു വിപ്ലവം നടക്കുന്നുണ്ട്, ഗ്രീൻ റവല്യൂഷൻ എന്ന. പക്ഷെ അവിടെയെല്ലാം നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന രീതിയിലുള്ള ഇതിന്റെ ഹൈബ്രിഡ് സീഡുകളെല്ലാം വളർത്തി അതിന്റെ ഉൽപ്പന്നങ്ങളാണ് രാജ്യം ഒട്ടുക്കും എത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെതായ ദൂഷ്യവശങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇന്നിപ്പോ തിരിച്ച് ഓർഗാനിക്കിലേക്ക് പോകുന്നു. അപ്പൊ രാസവള പ്രയോഗത്തിൽ നമ്മുടെ കർഷകർക്ക് ഈവൻ ഒരു വാഴ കർഷകന് കുല വലുതാകാൻ, കുല അല്ലെങ്കിൽ അതിന്റെ പഴം വലുതാകാൻ വേണ്ടിയിട്ട് പ്രത്യേക രാസവള പ്രയോഗമൊക്കെ നടത്തി അതിന്റെ സ്ട്രക്ചർ തന്നെ ഒരു മാറുന്ന രീതിയിലേക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കന്നുകാലികളിൽ നമ്മൾ നമ്മൾ ഈ പറയുന്ന ബ്രീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം ഒരു വേള അതിന്റെ ഒരു ഘടകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സമ്പൂർണ്ണ ആരോഗ്യത്തെ താളം തെറ്റിക്കുന്നതിൽ ഇതിനൊക്കെ സുപ്രധാനമായ പങ്കുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് ഒന്ന് രാസവള പ്രയോഗം, കീടനാശിനി പ്രയോഗം, മായം, അതുപോലെ തന്നെ ഹോർമോൺ, ഈ കാര്യങ്ങൾ കൂടി നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അത് വരാത്ത രൂപത്തിൽ സ്വയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഒരു സ്വാശ്രയത്വം നമ്മൾ അതിൽ കൊണ്ടുവന്നാൽ മാർക്കറ്റിനെ മാത്രം അല്ലെങ്കിൽ വിപണിയെ മാത്രം ആശ്രയിക്കാതെ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ സ്ഥലവും സൗകര്യവും സാഹചര്യവും ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡ് ടേബിളിലേക്ക് വരുന്ന ഫുഡ് പ്യുവർ ആണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ കഴിക്കുന്ന തന്നെ ആഹാരം തന്നെ ഔഷധമാണെന്ന് തിരിച്ചറിയുക. ആഹാരം ഔഷധത്തെ പോലെ കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഔഷധം ആഹാരത്തെ പോലെ കഴിക്കാൻ നിങ്ങൾക്ക് ഇടവരില്ല എന്നുകൂടി ഉറപ്പുവരുത്തുക. അപ്പോ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം കൃത്യമായി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇറ്റ്സ് മീ ബിഥുൻ ഫ്രം ബാക്ക് ടു ഹാർമണി. നന്ദി, നമസ്കാരം. താങ്ക് യു.